പിന്നെ സെൽഫ് ഡൗട്ട്. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അവർക്ക് പറ്റും. എനിക്ക് എഴുത്തും വായന അറിയില്ല, എനിക്ക് ഭാഷ അറിയില്ല, ടെക്നോളജി ഇല്ല, എനിക്ക് പൈസയില്ല, എനിക്ക് വണ്ടിയില്ല, ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ. പലപ്പോഴും നമ്മൾ മുമ്പോട്ട് വെച്ച കാല് പുറകോട്ടെടുക്കാൻ തക്കവണ്ണം പ്രതിസന്ധികൾ വരും. അതിനൊക്കെ കാരണം മുമ്പ് വന്നിട്ടുള്ള റിസ്ക് എടുത്തത് ഫെയിലായതോ അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടായതോ ഒക്കെ ആയിരിക്കും. ഇനി നമുക്ക് കഴിയുമോ എന്നുള്ള ഒരു സംശയം നമുക്ക് വരുന്നത്. ആ സംശയം ദൂരീകരിക്കാനാണ് സക്സസ്ഫുള്ളായ ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളിൽ നമ്മൾ ടീമായിട്ട് പങ്കെടുക്കണം എന്ന് പറയുന്നത്. റിസ്ക് എടുത്തവരും പരാജയത്തെ അഭിമുഖീകരിച്ചവരും അതേപോലെ എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ള സംശയമായിട്ടിരിക്കുന്ന ആളുകളും ആർസമിൽ സക്സസ് ആയ ആളുകളുടെ അനുഭവങ്ങളും അവരുടെ മാർഗനിർദ്ദേശങ്ങളും കാണുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. യെസ്, ULPയുടെ പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് വുമൺ എംപവർമെൻറ്റ് എക്സാമ്പിൾ കാണിക്കുക. നമുക്ക് ഉദയകുമാർ സാറിൻ്റെ അമ്മയാണ് തൃശ്ശൂർ സുമതി മാഡമാണ് ഒരു എക്സാമ്പിളായിട്ട് വന്നത്. അവർ പറഞ്ഞു 2017 കേരളത്തിൽ ആദ്യമായിട്ട് റോയൽറ്റി ആയ ലേഡി ലീഡർ ഞാനാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് ആദ്യമായിട്ട് റോയൽറ്റിയിലേക്ക് വന്ന ലേഡി ഞാനാണ്. അന്ന് വരെ ആർസിഎമ്മിൻ്റെ ഇത്രയും കാലത്ത് 17 വർഷം കൊണ്ട് കേരളത്തിൽ ആർസിഎം വന്ന് 2005 അന്ന് വരെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു സ്ത്രീ പോലും റോയൽറ്റിയിലേക്ക് വന്നില്ല. അവരത് എടുത്തു പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന 100 കണക്കിന് സ്ത്രീകൾക്ക് തോന്നിക്കാണും, യെസ്, അന്ന് സുമതി മാഡത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു കൈ നോക്കും. ശരിയാണോ? അതേപോലെ സക്സസ് ആയ ഓരോരുത്തർ, യെസ്, പുഷ്പ മാഡം എന്നാണ് റോയൽറ്റി ആയത് 2018. അപ്പൊ ആദ്യത്തെ എന്നുള്ളത് അവിടെ ആയി. പക്ഷെ ആദ്യത്തെ സ്റ്റാർ പേൾ അച്ചീവർ സുമതി മാഡത്തിനെ കണ്ടിട്ടാണ് പുഷ്പ മാഡം വന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കൂടെ സക്സസ് ആയ ആളുകളെ കാണിക്കണം. സക്സസ് ആയ ആളുകളുടെ അനുഭവം നിങ്ങൾ ടീമിലുള്ളവരെ കാണിക്കണം. പുഷ്പമാട അന്ന് അവിടെ പോയിരുന്ന് കണ്ടത് കൊണ്ട് തീരുമാനിച്ചു. ശരിയല്ലേ? അതേപോലെ അഖില മാഡം പറയാറുണ്ട്, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ധാരാളം സ്ത്രീകൾ എംറാൾഡായിട്ട് മാറണം. അങ്ങനെ എംറാൾഡ് മാറാൻ ഒരു സ്റ്റേജ് തന്നെ, ലേഡീസിൻ്റെ സ്റ്റേജ് നമുക്ക് നിറയ്ക്കണം. ആ വിഷൻ നമുക്ക് കൊടുക്കാൻ കഴിയണം. അതിനെന്ത് വേണം? സെൽഫ് ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ അറ്റൻഡ് ബിഗ് ഇവന്റ്സ് വിത്ത് യുവർ ടീം. അതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതൊരു ചെലവല്ല.